പ്രവാസ ജീവിതത്തിൽ നാടും വീടും കൂടും ഒക്കെ മിസ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നാട്ടിലെ നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. പണ്ട് മഴക്കാലത്തേക്ക് വേണ്ടി ചക്കയും മാങ്ങയും ഇറച്ചിയൊക്കെ ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ അമ്മ ഇത് എനിക്ക് തന്നുവിടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തു. നട്ട് നനച്ച് പറിച്ച് നല്ല ചൂടുവെള്ളത്തിലിട്ട് വാട്ടിയെടുത്ത് പാറപ്പുറത്ത് ഉണക്കിയെടുക്കുന്ന നല്ല വാട്ടുകപ്പയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഏഷ്യാഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. കപ്പ ബിരിയാണിനെയാണ് ഞങ്ങൾ ഏഷ്യാഡ് എന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെ നാട്ടില് ക്രിസ്ത്യാനി കല്യാണങ്ങളുടെ എല്ലാം തലേന്ന് രാത്രി ഒരു ഏഷ്യാഡ് ഉണ്ടാകും. കല്യാണം കൂടാൻ വേണ്ടിയിട്ട് ഇത്രയും ജനങ്ങൾ വരുമെന്നറിയില്ല. എന്തായാലും ഏഷ്യാഡ് കഴിക്കാൻ അത്രയും ജനങ്ങളായിരിക്കും ആ വീട്ടില്. പച്ചക്കപ്പയിൽ ഏഷ്യാഡ് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. എന്റെ കയ്യിൽ ഉണക്കക്കപ്പ ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യുന്നു എന്ന് മാത്രം. 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർന്നാലേ ഈ ഉണക്കക്കപ്പ ഒന്ന് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് മുൻകൂട്ടി കണ്ടു വേണം ഈ പ്രിപ്പറേഷൻ ഇറങ്ങാൻ വേണ്ടിയിട്ട്. കുതിർന്ന കപ്പ ഒരു സൈഡിലിരുന്ന് വേവട്ടെ. കുനുകുനാന്ന് ചിരകിയെടുത്ത തേങ്ങയിലേക്ക് നല്ല പെരുംജീരകവും വെളുത്തുള്ളിയും ഉള്ളിയും ജീരകവും എല്ലാം കൂടി ഇട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ മൂപ്പിക്കുക. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർക്കാൻ മറക്കല്ല കേട്ടോ. എന്നിട്ട് ഇതെല്ലാം പേസ്റ്റ് പോലെ അരച്ചെടുത്ത് നമ്മളുടെ കപ്പയിലേക്ക് ഇടുക. എന്നിട്ട് പന്നിയോ കോഴിയോ ബീഫോ എന്താ നമ്മുടെ കയ്യിലുള്ള ഇറച്ചിക്കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടില്ല ഏഷ്യാഡ് റെഡി. ഞങ്ങളുടെ നാട്ടില് പക്ഷെ ഈ എല്ലും കപ്പയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഏഷ്യാഡ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോ തട്ടിക്കൂട്ട് ഏഷ്യാഡ് എന്ന് പറയാം. ഇത്രയും ദൂരത്തിരുന്ന് നാടിനെ ഓർക്കുമ്പോൾ നമുക്ക് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്ത് നാടിനെ ഓർത്ത് അങ്ങോട്ട് സമാധാനിക്കുക.